ഹായ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഞാൻ ഷിഹാബ് മാവൂർ. ഇന്ന് നമ്മൾ മിക്സറിലെ ഏറ്റവും അടിസ്ഥാനപരമായ എന്നാൽ പലർക്കും തെറ്റിപ്പോകുന്ന നിയന്ത്രണങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു വാട്ടർ കൺട്രോൾ സിസ്റ്റം പോലെ എങ്ങനെയാണ് ശബ്ദത്തെ നിയന്ത്രിക്കുന്നത് എന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്ക് മുതൽ സ്പീക്കർ വരെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ആ ക്ലാസ്സിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ EQ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. EQ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ഗെയിന്, വോളിയം, ഫാന്, അതിന്റെ മാസ്റ്റർ കൺട്രോൾ M6 എന്ന് പറഞ്ഞ ഒരു മിക്സർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് അധികവും സ്കൂളുകളിലും പള്ളികളിലും മദ്രസകൾ അതോണം അനൗൺസ്മെന്റ് ജീപ്പിൽ ഒക്കെ കാണുന്നൊരു മിക്സറാണ്. ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതൊക്കെ ഓരോ മൈക്കിന്റെയും ഇൻപുട്ടുകളാണ്. എത്ര മൈക്കാണോ അതുപോലെ ഓർക്കസ്ട്ര, തബല, ഡ്രംസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓരോ സൗണ്ടിനെയും കൂട്ടിമുട്ടാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട് തരാനാണ് മിക്സർ ഉപയോഗിക്കുന്നത്. മിക്സർ ഇല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഓരോ ഉപകരണത്തിന്റെയും വോളിയം മാറ്റങ്ങൾ ഉണ്ടാവും. വോക്കലിൻ്റെത് അതോണം ഓർക്കസ്ട്ര വരുമ്പോൾ അതിന്റെ വോളിയം കൂടുതലുണ്ടാവും. അങ്ങനെ പല വോളിയത്തിൽ വരുമ്പോൾ നമുക്കത് കേൾക്കാൻ ഒരു രസവും ഉണ്ടായില്ല ശബ്ദം. അപ്പൊ ആ ശബ്ദത്തെ നമുക്ക് ക്ലിയർ ആക്കി ഔട്ട് എടുക്കാനാണ് ഈ മിക്സർ ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് വരുന്നത് ഇവിടെയാണ്. ആ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുത്ത മൈക്കിന്റെ കൺട്രോളുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതിൽ പഠിക്കാനുള്ളത് ആദ്യം തന്നെ ഗെയിനാണ്. മൈക്കിൽ നിന്ന് വരുന്ന വോളിയം ഒരു പൈപ്പിലൂടെ വരുന്ന വെള്ളമായിട്ട് സങ്കല്പിക്കുക. അതിന്റെ പ്രഷറാണ് ഗെയിന്. നമ്മളിവിടെ മൈക്ക് ഒന്നാമത് ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രഷർ കൂട്ടുന്നതാണ് ഈ ഗെയിൻ എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ പ്രഷർ വരുന്ന വെള്ളത്തിന് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പൈപ്പ് പൊട്ടിപ്പോവും. അതുപോലെ തന്നെയാണ് ഗെയിന് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം പൊട്ടിപ്പോകും, ഡിസ്റ്റോർഷൻ ഉണ്ടാകും. കേൾക്കാൻ ഒരു സുഖവുമില്ലാത്ത ശബ്ദമായിരിക്കും ഔട്ട് വരിക. ഭയങ്കര ജാറിങ്ങും അലമ്പായ ശബ്ദമായിരിക്കും വരിക. അതുകൊണ്ട് ഈ ഗെയിനാണ് നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത്, പൈപ്പിലെ പ്രഷർ പോലെ. ഈ ഗെയിന് ആദ്യം സെറ്റ് ചെയ്യണം. ഇത് കൂടിപ്പോയാൽ ശബ്ദം പൊട്ടിപ്പോവും, ഡിസ്റ്റോർഷൻ ആവും, കേൾക്കാൻ തീരെ ക്ലിയർ ഉണ്ടാവില്ല ഔട്ട്. ഈ ഗെയിൻ ആദ്യം സെറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് ഇതിന്റെ വോളിയമാണ്. വോളിയം എന്ന് വെച്ചാൽ എത്ര വെള്ളം പുറത്തേക്ക് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ടാപ്പ് തുറന്നിട്ടാണ്. അതുപോലെ തന്നെയാണ് മിക്സറിൽ ഈ കൺട്രോളിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് എത്ര ശബ്ദം പുറത്തേക്ക് വരണം എന്നുള്ളത്. ചാനലിൽ വരുന്ന മൈക്കിന്റെ വോളിയം ഈ കൺട്രോൾ തിരിച്ചാൽ നമുക്ക് എത്ര വോളിയം പുറത്തേക്ക് വേണം എന്ന് തീരുമാനിക്കുന്നത് ഈ വോളിയം കൺട്രോൾ ആണ്. അതുപോലെ ഈ ചാനലിലൊക്കെ കൊടുക്കുന്നതിന്റെ വോളിയം ഓരോന്നിന്റെ നേരെ ഇവിടെ കാണാം. ഈ കൺട്രോളുകളാണ് തീരുമാനിക്കുന്നത്. വലിയ മിക്സറിലൊക്കെ ഇത് ഫേഡർ ആയിട്ടാണ് ഉണ്ടാവുക. ഇതിൽ നോബാണ് ഇതിന് വരുന്നത്. ഫേഡർ ആകുമ്പോൾ നമ്മളിങ്ങനെ നീക്കി വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ വോളിയം നീക്കുന്നതുണ്ടാവും, അതുപോലെ ഈ മാസ്റ്റർ കൺട്രോളും നീക്കുന്നതായിരിക്കും ഉണ്ടാകുക. അടുത്തത് ഇതിന്റെ മാസ്റ്റർ ആണ് വരുന്നത്. ഇതാണ് ഇതിന്റെ മാസ്റ്റർ കൺട്രോൾ വരുന്നത്. മാസ്റ്റർ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ വെള്ളത്തിന്റെ പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ വാൾവ് അടച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ 1, 2, 4 മൈക്ക് കൊടുത്തു. ഈ 4 മൈക്ക് കൊടുത്തതിൽ നമ്മളൊരു 4 ടാപ്പ് തുറന്നു വെച്ച് വെള്ളം. അപ്പൊ ആ 4 ടാപ്പ് തുറന്നു വെച്ചാൽ മെയിൻ വാൾവ് അടച്ചു കഴിഞ്ഞാൽ ഈ 4 പൈപ്പിലെ വെള്ളവും നിൽക്കും. അതുപോലെ തന്നെയാണ് മിക്സറിൽ ഈ 4 ചാനലിൽ വരുന്ന വോളിയവും ഈ മെയിൻ മാസ്റ്റർ ലെഫ്റ്റ് റൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ ആ വോളിയം അവിടെ നിൽക്കും, പിന്നെ ഔട്ട് പോവില്ല. അതാണ് മെയിൻ വോളിയം. പിന്നെ ഇതിൽ വരുന്നത് പാനാണ്. ഈ വൈറ്റ് കളർ വരുന്നതാണ് പാൻ കൺട്രോൾ വരുന്നത്. എല്ലാ മിക്സറിലും ഉണ്ടാവും പാന്. പാൻ എഴുതിയിട്ടുണ്ടാവും. അത് നമുക്ക് ലെഫ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ശബ്ദം നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ഈ ചാനലിൽ വരുന്ന ശബ്ദം ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ഈ പാൻ നമുക്ക് റൈറ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദം റൈറ്റിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് സോങ് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ചെവിയിൽ 3D എഫക്റ്റ്, സ്റ്റീരിയോ എഫക്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. ഈ ഇങ്ങനെ തലന്റെ മേലെ കൂടെ ഈ സൈഡ് അതാണ് നമ്മൾ ഈ പാൻ കൺട്രോൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ഏതൊരു മിക്സർ ആയാലും ഗെയിന് എന്തായാലും മേലെ റെഡ് കളറിലോ ഗെയിൻ എഴുതിയിട്ടുണ്ടാവും. ആദ്യം വരുന്നത് ഗെയിനാണ് എല്ലാ മിക്സറിലും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ചാനലിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ചാനലിലും ഗെയിൻ ഉണ്ടാവും. ആ ഗെയിനാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സംഗീത പ്രേമികളായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ശബ്ദത്തിന് രുചി നൽകുന്ന ബട്ടൺ EQ എന്താണെന്ന് ഞാൻ വിശദീകരിക്കും. ക്ലാസ് കാണാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.